അങ്ങനെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള പരപ്പനങ്ങാടിയിലാണ്. പരപ്പനങ്ങാടിയിൽ നിന്നുള്ള ആ ഒരു ഡ്രോൺ വീഡിയോ മുകളിൽ നോക്കിയുള്ള കടപ്പുറം ഏരിയ മനോഹരമായി തിരമാലകൾ വീശടിക്കുന്ന പരപ്പനങ്ങാടി കടപ്പുറത്തിൻ്റെ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ആണ്. അപ്പോൾ നല്ല ഉയരത്തിൽ നിന്നായതുകൊണ്ട് ഒരു ക്ലിയർ കമ്മിയാട്ടോ, എന്നാലും സൂപ്പർ കാഴ്ചയാണ്. പച്ചപ്പില ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പരപ്പനങ്ങാടി ടൗൺ ഏരിയയിലേക്ക് കടക്കുകയാണ്. ടൗൺ ഏരിയയിലെത്തുമ്പോൾ നമുക്കറിയാം താനൂർ കടലുണ്ടി റോഡ്, അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് നീളമേറിയ അങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കച്ചവട സ്ഥാപനം അതിനനുസരിച്ച് നീണ്ടു കിടക്കുന്നൊരു വലിയൊരു അങ്ങാടി തന്നെയാണ് പരപ്പനങ്ങാടി. അപ്പോൾ റെയിൽവേ ട്രാക്ക്, റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേക്ക് കുറുകെ വരുന്ന പാലം, അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും മനോഹരമായ നിൽക്കുന്ന ഈ പരപ്പനങ്ങാടി നമ്മൾ കടലുണ്ടി ഭാഗത്തേക്കുള്ള അറിവ് നോക്കി ഇവിടെയാണ് കൂടുതലും ബിൽഡിങ്ങുകൾ, വലിയ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഏരിയകൾ, വാഹനങ്ങളെ തിരക്കേറിയൊരു ഭാഗം കൂടിയാണ് കടലുണ്ടി. ഇവിടുന്ന് ഈ ഒരു റോഡ് കേട്ടോ, പാലം, റെയിൽവേ പാലം. അപ്പോൾ ആ പാലത്തിൻ്റെ ഏരിയക്കാണ് നിങ്ങളെ കാണിക്കുന്ന കണക്ക് അല്ല. അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു വരാം. അടിപൊളി കേട്ടോ, റെയിൽവേൻ്റെ മുകളിലൂടെ പാലം, ആ ഒരു വളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയ വെൻ്റൊക്കെ ആയിട്ടുള്ള സൂപ്പർ കാഴ്ചയാണ്. അപ്പോൾ പരപ്പനങ്ങാടി ഏരിയ, അപ്പോൾ കടപ്പുറം ഏരിയയിൽ നിന്ന് ഇങ്ങനെ റെയിൽവേൻ്റെ ആ ഭാഗം, റെയിൽവേൻ്റെ കുറുകെ വരുന്ന പാലത്തിൻ്റെ ഏരിയ ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മളിനി പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് അവിടെ നേരെ നമ്മൾ പുത്തിരിക്കൽ ഭാഗത്തേക്ക് പോകും. അപ്പോൾ നോക്കിങ്ങൾ സ്ട്രൈറ്റായിട്ട് റെയിൽവേ ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്നാകുമ്പോൾ വളരെ ക്ലിയറായിട്ട് കണ്ട് പരപ്പനങ്ങാടി ഏകദേശമൊക്കെ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേൻ്റെ പാലം കണ്ട് കഴിഞ്ഞു, നമ്മൾ ജംഗ്ഷൻ ഭാഗത്തെത്തി. ഇവിടെ ബസ് സ്റ്റാൻഡ് കാണാം, ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന്. അപ്പോൾ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ആ ഏരിയയിൽ കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വാഹനം നിർത്തുന്ന ഏരിയ. അങ്ങനെ ഒരു വലിയൊരു പ്രദേശം തന്നെയാണ് നമ്മുടെ പരപ്പനങ്ങാടി. നമ്മുടെ വേങ്ങര, കോട്ടക്കൽ, അങ്ങനെ ചെമ്മാട്, പല ഏരിയത്തെ വീഡിയോകളെ കാണിച്ചു, കുന്നുംപുറം. അപ്പോൾ ആ ഏരിയയൊക്കെ വ്യത്യസ്തമായി കിടക്കുന്നൊരു പ്രദേശമാണ്. കടപ്പുറം, കടലേരിയ, റെയിൽവേൻ്റെ കുറുകെ പാലം, അതുപോലെ ബസ് സ്റ്റാൻഡ്, തിരൂര് കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡ്, അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്ത കാഴ്ചകളുള്ള ഒരു ഏരിയയാണ് നമ്മളെ പരപ്പനങ്ങാടി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുത്തിരിക്കൽ, പള്ളിപ്പടി, പാലത്തിങ്ങൽ, പതിനാറുകൾ ആ ഏരിയ വരെയുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഒന്നും കൂടി ബേക്കടിച്ച് ഒന്ന് ഉയരത്ത് നിങ്ങളെ കാണിക്കട്ടോ. അവിടെ മസ്ജിദ് കാണാം, അതിൻ്റെ മിനാരങ്ങൾ, അങ്ങനെ സൂപ്പറാണ്. ഒരു ടി ഷേപ്പിലെ കടലുണ്ടി, താനൂർ, പരപ്പനങ്ങാടി, ഇവിടെ നിന്ന് അങ്ങോട്ട് പള്ളിപ്പടി, ചെമ്മാട് ഭാഗം, അങ്ങനെ യാത്ര. അങ്ങനെ പരപ്പനങ്ങാടി ഏകദേശം ഒരു വിധം ഏരിയകളൊക്കെ മുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം പുത്തിരിക്കൽ, അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കരിങ്കല്ലത്താണിയുണ്ട്, പിന്നെ മുറിക്കൽ, പിന്നെ പാലത്തിങ്ങൽ, അങ്ങനെയാണ് കിടക്കുന്നത്. ഏതായാലും നോക്കുക എന്തൊക്കെ പുതുതായിട്ടുള്ള ബിൽഡിങ്ങുകൾ വന്നതും മുകളിൽ നിന്നുള്ള ഡ്രോൺ വീഡിയോ. പക്ഷേ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. ഇതിന് മുന്നൊക്കെ ഡ്രോൺ വീഡിയോകൾ ഓരോരുത്തർ ചെയ്തിട്ടുണ്ടാവുമെങ്കിലും നമ്മളിപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് പരപ്പനങ്ങാടി മുതൽ പതിനാറുങ്ങൽ വരെയുള്ള. അപ്പോൾ അതിലുള്ള പുതുതായിട്ട് വന്ന ബിൽഡിങ്ങുകൾ, എങ്ങനെയൊക്കെ റോഡുകൾ, നിങ്ങളുടെ നാട്, പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും പല വീഡിയോകൾ പറയുന്ന പോലെ തന്നെ പ്രവാസികളായ സുഹൃത്തുക്കൾ, അതർ സ്റ്റേറ്റുള്ള ഇവിടുന്ന് ജോലിയർത്ഥം പോയ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ അവരുടെ നാട് ഇങ്ങനെ കാണുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് അറിയിക്കാം കേട്ടോ. നിങ്ങളെ വീട് ഏത് ഭാഗത്താണെന്നുള്ളത്. പരപ്പനങ്ങാടി മുതൽ പതിനാറുങ്ങൽ വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഏതായാലും നമ്മൾ പുത്തിരിക്കൽ അങ്ങാടിയിലെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പുത്തിരിക്കൽ അങ്ങാടി കഴിഞ്ഞു. പുത്തിരിക്കൽ കഴിഞ്ഞ ഇവിടെ ഒരു പാടം ഏരിയയാണ്. ഈ ഒരു ഭാഗത്ത് ഇടത് ഭാഗത്തൊരു ആദ്യം ഫുട്ബോൾ നടന്നിരുന്ന സെവൻസ് ഫുട്ബോൾ നടന്നൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നുണ്ട്, ഇപ്പോൾ അത് മാറി, ഇപ്പോൾ അത് ഓഡിറ്റോറിയം, കല്യാണ പരിപാടികൾക്കൊക്കെ ഉള്ള ഓഡിറ്റോറിയം മാറി. അപ്പോൾ ആ ഒരു ഏരിയ കുറഞ്ഞ കാണുന്നുണ്ടല്ലോ. ഏതായാലും പാടം ഇങ്ങനെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കരിങ്കല്ലത്താണി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയില്ലേ. കരിങ്കല്ലത്താണി പാണ്ട് കഴിഞ്ഞാൽ കരിങ്കല്ലത്താണി. അപ്പോൾ നല്ലൊരു പരപ്പനങ്ങാടി കഴിഞ്ഞാൽ, കടപ്പുറം കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ ഒക്കെ കഴിഞ്ഞ് ഈ ഏരിയയിൽ കടലും പാടവും പുഴകളും എല്ലാം കൊണ്ടും ഉള്ള ഒരു ഏരിയ കൂടി നമ്മളിങ്ങനെ കടന്നു പോകണത്. അങ്ങനെ പുത്തിരിക്കൽ പാടം കഴിഞ്ഞു കരിങ്കല്ലത്താണി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയല്ലേ, പച്ചപ്പൊക്കെ മുകളിൽ നിന്നുള്ള കാഴ്ച നല്ല വെളിച്ചത്തിനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ
സൂപ്പറായിരിക്കും ഇന്നത്തെ പരപ്പനങ്ങാടി ടു 16 വീഡിയോ കണ്ടോളി. അതാ നമ്മളിപ്പോൾ പരപ്പനങ്ങാടി പുത്തിരിക്കൽ കഴിഞ്ഞു. ഇവിടെ കരിങ്കല്ലത്താണി പറഞ്ഞ സ്ഥലത്തെത്തില്ലേ. കരിങ്കല്ലത്താണി തന്നെയല്ല അതിൻ്റെ കറക്റ്റ് പേര് ആണെന്ന് തോന്നണം. ഏതായാലും കരിങ്കല്ലത്താണി അവിടെ ഇടത് ഭാഗത്തേക്കൊരു പാട ഏരിയകളാണ്. ചെറിയ കുറഞ്ഞ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ നിന്നൊരു ഇങ്ങോട്ടൊരു റോഡ്, നേരെ ആ ഭാഗത്തേക്കുള്ള റോഡ് സ്ട്രൈറ്റ് നമ്മൾ ചമ്മാട് ഭാഗത്തേക്കുള്ള റോഡ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ അടുത്ത് കരിങ്കല്ലത്താണി മുറിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് വലിയൊരു ജംഗ്ഷനാണ്. നേരെ ആ ഏരിയയിലേക്കുള്ള റോഡ്, ആ ഭാഗത്തേക്കുള്ള റോഡ് തിരൂർ അങ്ങനെ താന്നൂർ ഭാഗത്തേക്ക് പോണ ആ ഒരു ഏരിയ റോഡ്. അങ്ങനെ ഏതായാലും കരിങ്കല്ലത്താണി അങ്ങാടി കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ മുറിക്കൽ ഭാഗത്തേക്ക് നല്ലൊരു വൈബുള്ള ഒരു പ്രദേശം കേട്ടോ. അവിടെ പാടം ഏരിയ തന്നെയാണ് ഈ ഭാഗത്തും. ഇവിടെ റൈറ്റ് സൈഡും പാടം ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ ഇതാ ആ പറഞ്ഞ സ്ഥലത്തെത്തി. വലിയൊരു ജംഗ്ഷനാണ് ഉണ്ടല്ലേ. നല്ല ഏരിയകൾ, അവിടെ പാർക്ക് അങ്ങനെയുള്ള നല്ല പ്രകൃതി രമണീയമായ ഒരു ഏരിയയാണ്. ആ ഭാഗത്തേക്ക് പാടമൊക്കെ പ്രത്യേകിച്ച് മുകളിൽ നിന്നൊക്കെ ഡ്രോൺ വീഡിയോ എടുക്കുമ്പോൾ കിടലം കാഴ്ചയായിരിക്കും. അല്ല നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവിടെ നേരെ 16 അത് ആ ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ റോഡൊക്കെ അടിപൊളിയായിട്ട് അതിൻ്റെ സൈഡിൽ ഡിവൈഡർ ബാരിയറൊക്കെ വെച്ചിട്ട് കൈവരികളൊക്കെ വെച്ച് പോയിട്ട് അതിൽ കാണുന്നുണ്ട്. ഏതായാലും സൂപ്പർ, നല്ല വാഹനത്തിരക്കുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഭാഗം. അങ്ങനെ നമ്മൾ 16 ഇനി പാലത്തിങ്ങൽ പാലം. അപ്പോൾ പരപ്പനങ്ങാടി വരുമ്പോൾ നമ്മൾ കടലേരിയ കണ്ടു, പാടം. അത് കഴിഞ്ഞ് പാലത്തിങ്ങലെത്തുമ്പോൾ പുഴകൾ കടന്നു പോകുന്ന ഏരിയയാണ്. അവിടെ നിന്നാണ് നോക്കി എന്താണ് പാലത്തിങ്ങലിലെ ആ ഒരു വ്യൂ. പാലത്തിങ്ങൽ അങ്ങാടി, പാലത്തിലങ്ങാടി നിന്ന് ഇവിടുന്ന് നേരെ ഈ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള റോഡുണ്ട്. അപ്പോൾ ആ ഏരിയയിലൊക്കെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഏരിയയിലൊരു അടിപൊളി ഒരു വൈബുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെ പേരുണ്ട് ഓർമ്മയിലായിരുന്നില്ല. ഏതായാലും പാലത്തിങ്ങൽ അങ്ങാടിയാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കരിങ്കല്ലത്താണി മുറിക്കൽ, അത് കഴിഞ്ഞ് പാലത്തിങ്ങൽ. അപ്പോൾ പാലത്തിൻ്റെ പുതിയതായിട്ടുണ്ടാക്കിയ പാലമാണ്. ആദ്യത്തെ പാലം നമുക്കറിയുന്ന നേരെ ലെഫ്റ്റ് ഭാഗത്ത് കാണാൻ ചെറിയൊരു ഏരിയ. നല്ല അടിപൊളിയായിട്ട് വീണ്ടും പുതുതായിട്ടുണ്ടാക്കിയ പാലം. കുറേ വർഷങ്ങളായെങ്കിലും നല്ല അടിപൊളി പാലാട്ടോ. നോക്കി ഞാനൊന്ന് ജസ്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ പുഴ അവിടെ ആദ്യത്തെ പാലം കാണാം, പുതിയ പാലം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ആ പാലത്തിൻ്റെ ഒരു അടിപൊളി ആർച്ചൊക്കെ ഉണ്ടെങ്കിൽ ആർച്ചൊക്കെ സൂപ്പറായിട്ട് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് പുഴം കടന്ന് പാലം കടന്നു പോകുന്ന ആ മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ 2 പാലം കാണാം. നമ്മൾ ആദ്യത്തെ പാലത്തെ കണ്ടില്ലേ, പിന്നത്തെ പാലം പുതുതായിട്ടുണ്ടാക്കിയ പാലവും. അവിടെ നിന്ന് നമുക്ക് അടുത്ത പള്ളിപ്പടി അറിയാം. ഈ പാലത്തിങ്ങൽ അങ്ങാടി കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് പള്ളിപ്പടി. അപ്പോൾ പള്ളിപ്പടിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. സൂപ്പറാട്ടോ, മരങ്ങളും പച്ചപ്പുള്ള നല്ല ഏരിയ കേട്ടോ. സൂപ്പർ കാഴ്ച തന്നെയാണ്. മുകളിൽ നിന്ന് അങ്ങനെ കാണുമ്പോൾ ആ പാലത്തിങ്ങലിൽ കൂടെ പാലത്തിൻ്റെ ആ ഒരു വ്യൂ കണ്ട് പള്ളിപ്പടി ഏരിയയിലേക്ക് കടന്നു. പള്ളിപ്പടിയിലും വലിയൊരു അങ്ങാടി അല്ലെങ്കിലും എല്ലാം കൊണ്ടുള്ള ഉള്ളൊരു അങ്ങാടി തന്നെയാണ്. എല്ലാം കിട്ടും, എല്ലാം ഉള്ളൊരു ഏരിയ തന്നെയാണ് പള്ളിപ്പടി അങ്ങാടി. ഇവിടേക്ക് വലിയൊരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പള്ളിപ്പടി അങ്ങാടി കഴിഞ്ഞാൽ ഇതുവഴി നമുക്കിങ്ങനെ ഒരു ഷോർട്ട് റോഡുണ്ട്. ചമ്മാട് ഭാഗത്തേക്ക് അങ്ങനെ ചെറുമുക്ക ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് പള്ളിപ്പടിയിൽ നിന്ന്. നമ്മൾ വേഗം അവിടെ നിന്നിട്ട് എത്താനുള്ള റോഡ്, ചുറ്റി വളയണ്ട, സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ വരാം. ഇവിടെ കരുണൻ്റെ ആ ഏരിയയിലെത്തില്ലേ, കരുണൻ്റെ ആ ഏരിയയിലെത്തി. ഇനി നമുക്ക് എത്താനുള്ളത് 16 പള്ളിപ്പടി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 16. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണത് 16 16 മുതൽ ചമ്മാട് മമ്പുറം പള്ളി വരെയുള്ള ഒരു വീഡിയോ അടുത്ത ഘട്ടം ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോക്ക് ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ 16 പാടത്ത് 5s കളിക്കണ 5s ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്ന ആ ഏരിയയിൽ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം 16 എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ മുകളിൽ നിന്നുള്ള കാഴ്ച നോക്കി അടിപൊളിയല്ലേ. പറഞ്ഞ പോലെ റോഡിൻ്റെ ഇരുവശവും പച്ചപ്പിൽ മരങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും പാടം ഏരിയ ഒക്കെ അതുകൊണ്ട് തന്നെ അടിപൊളി. അപ്പോൾ ഈ ഏരിയയിൽ കുറഞ്ഞ കച്ചവട സ്ഥാപനമൊക്കെ കാണാം. അങ്ങനെ
പതിനാറുങ്കൽ നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പല ഏരിയയിലുള്ള ആളുകൾ ഈ ഭാഗത്തുനിന്ന് ജോലിയാർത്തൊക്കെ പോരുണ്ടല്ലോ, അവരുടെ നാട് വീട് അവരുടെ ഏരിയയിൽ കൂടെയൊക്കെ ആയിരിക്കും കടന്നു പോരും. പക്ഷേ അവർ കാണുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കട്ടോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതാ പതിനാറുങ്കൽ അങ്ങാടിയിൽ നിന്ന് ലെഫ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞ ആ പാടത്തുള്ള ഗ്രൗണ്ട് കാണാം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ പതിനാറുങ്കൽ അങ്ങാടിയുടെ മനോഹര കാഴ്ചയും കണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നേരത്തെ ഫോണിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്തു വെച്ചോളൂ. കാണാം ഇതുപോലെയൊക്കെയുള്ള നാട്ടിലെ ഓരോ വിശേഷങ്ങളും അതുപോലെ റോഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടും മറ്റു വെറൈറ്റി കണ്ടന്റുകളുമായുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.